ഇനി സെല്ല് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കിട്ടുക എന്നുള്ള കുറെ പേർക്ക്, പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. സോ നമ്മളെ കയ്യിലുള്ള ഒരു ഭൂമി, ഓക്കെ, നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്, ഓക്കെ, ആ ഒരു പ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കണം. ഓക്കെ, സോ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭൂമി നല്ല ഹൈ വാല്യൂവിൽ നിൽക്കുന്ന ടൈമിൽ, നല്ല ഏരിയയിലായിരുന്നു. ഇപ്പോൾ സപ്പോസ് നമ്മുടെ റോഡ് സൈഡിലൊക്കെ നല്ലൊരു പ്ലോട്ട് ആണ്, എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് പറയുന്നത്. സോ നമ്മളെ ഒരു റോഡ് സൈഡിലൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്ലോട്ട്, ഒരു വീടാണെന്ന് വെച്ചോ, ആ വീട് എന്താ ചെയ്യുക, നിങ്ങൾ വിൽക്കണം. ഓക്കെ, 10 lakhs നിങ്ങൾ ആ വീട് വിറ്റു. ദെൻ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി അവിടെ എന്താ ഹൈവേ വരും. സോ അതിന്റെ ഭാഗമായിട്ട് ആ വീട് പൊളിച്ചു പോകും. അതേപോലെ പ്ലോട്ടിന് വില കുറയും, റോഡ് വരുന്നതിന്റെ ഭാഗമായിട്ട് പ്ലോട്ട് വില കുറയുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പ്ലോട്ട് തിരിച്ചു വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരുന്നു ഏതോ ഒരു കാരണത്താൽ അതിന്റെ ആ ഒരു പ്ലോട്ടിന് വില കുറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്തു, അതേ ആ ഒരു ഓൾറെഡി നല്ല റേറ്റിലുള്ള ടൈമിൽ എന്ത് ചെയ്തു, ആ ഒരു വീട് 10 lakhs നിങ്ങൾ വിറ്റു. പിന്നെ വില കുറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ പോയിട്ട് ആ ഒരു വിറ്റ ആളുടെ കയ്യിൽ നിന്നും നിങ്ങൾ കുറഞ്ഞ വിലക്ക്, അതായത് ഓൾറെഡി ആ ഒരു സ്ഥലത്തിന് ഇപ്പൊ മുമ്പത്തെ ആ ഒരു പ്ലോട്ടിനുള്ള ആ ഒരു റേറ്റ് കിട്ടൂല. സോ നിങ്ങൾ എന്ത് ചെയ്തു, 10 lakhs നിങ്ങൾ വിറ്റ വീട് നിങ്ങൾ എന്ത് ചെയ്തു, 5 lakhs തിരിച്ച് നിങ്ങൾ തന്നെ എടുത്തു. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ലാഭം, 5 lakhs നിങ്ങൾക്ക് അവിടെയും പ്രോഫിറ്റ് കിട്ടി. കാരണം നിങ്ങൾ വിറ്റത് 10 lakhs നിങ്ങൾ തിരിച്ചെടുത്തതോ സെയിം പ്രോപ്പർട്ടി, അതായത് നിങ്ങൾ വിറ്റ സെയിം പ്രോപ്പർട്ടി നിങ്ങൾ തിരിച്ചെടുത്തത് 5 lakhs. സോ അതിന്റെ ആ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ 5 lakhs നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ആണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ വരികയും ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് 5 lakhs പ്രോഫിറ്റ്സും കിട്ടുകയും ചെയ്തു. സോ ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് വെച്ച് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോറക്സ് ബൈ ചെയ്യാന്ന് പറഞ്ഞു, ബൈ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, അതേപോലെ സെൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്, ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് വെച്ച് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ.